ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീണാസ് കുക്കിംഗ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. ഇത് സൺഡേ വ്ലോഗായിന്. കുറച്ച് മുളകുണ്ടായി, മുളകെല്ലാം വെയിലിടാൻ എന്നിട്ട് സമയം ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ടായി. അപ്പോൾ നമ്മളുടെ മുറ്റേക്ക് നല്ല വെയിൽ വരുന്നുണ്ടായി. അങ്ങനെ മുളകെല്ലാം വെയിലത്തിടാൻ എന്നിട്ട് ഞാൻ 2 കിലോ മുളകുണ്ട്. ഇത് രണ്ടാമത്തെ ദിവസം മുളക് വെയിലത്തിടുന്നത്. അങ്ങനെ മുളകെല്ലാം നല്ല വെയിലുണ്ടല്ലേ, അതിന് 2 ദിവസം മതി. ഇന്നൊരു ദിവസം ഇട്ടിട്ട് വൈകുന്നേരം നമ്മൾ മില്ലിലേക്ക് പോയിട്ട് പൊടിക്കാൻ എന്നിട്ട് ഇന്ന് ഞാൻ എല്ലാം ഇടുന്നുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല ചൂട്, നല്ല കാറ്റും ഉണ്ടായി. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ചോറ് കറി വെക്കാൻ എന്നിട്ട് ഞാൻ അടുക്കളത്തേക്ക് കയറിയാണ്. അടുപ്പ് കത്തിച്ചിട്ട് ചോർക്ക് വെള്ളം വെച്ചിട്ട് കുറച്ച് മട്ടൻ ഉണ്ടായി, മട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. ആ മട്ടനെല്ലാം വൃത്തിയാക്കാൻ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായി, അതിനെല്ലാം ഐസ് ഇടട്ടെ എന്നിട്ട് കുറേ നേരമായി ഞാൻ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായി. അത് കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിട്ടില്ല. അത് ഞാനെല്ലാം മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളെല്ലാം ആക്കിയിട്ട് ഞാൻ തന്നെ മുറിച്ച് പിന്നെ എല്ലാം കഴുകിയിട്ട് മട്ടൻ കറി ആക്കുന്നില്ല, അങ്ങനെ കുറച്ച് ഡ്രൈ ആക്കണത്. കറി ആക്കണത് ആർക്കും ഇവിടെ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ കുക്കറിൽ മട്ടൻ ഉണ്ട്, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും നല്ലോണം മിക്സ് ആക്കിയിട്ട് അതൊരു 5-10 മിനിറ്റ് അങ്ങനെ വിടും. പിന്നെ ഉള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വന്ന പിന്നെ അത് ഒരു വേറെ ചീനച്ചട്ടിയിലിട്ടിട്ട് ഫുള്ള് ഡ്രൈ ആക്കും. മല്ലിച്ചപ്പ്, കറിവേപ്പില ഇട്ടിട്ട് ഫുള്ള് ഡ്രൈ ആക്കും. ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ മട്ടൻ കറി ആക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നില്ല, ഇത് ഫുള്ള് ഡ്രൈ ആക്കുമ്പോൾ ഫുള്ള് ഫ്രൈ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്, കറി ആക്കുന്നില്ല. 4 വിസിൽ മതി. അങ്ങനെ 4 വിസിൽ അടച്ചാലും ഇത് വെന്തിട്ടുണ്ടാവും. മട്ടൻ ഞാൻ ചീനച്ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് മട്ടൻ കുക്കറിൽ വേവുമ്പോൾ കുറച്ച് വെള്ളം ഇടും. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത് മട്ടനിൽ വേവുമ്പോൾ ഉള്ള വെള്ളം വന്നത് അതിപ്പോൾ ഫുള്ള് ഡ്രൈ ആവണം. ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതിട്ട് പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇത്ര ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കും. അങ്ങനെ മിക്സാക്കി കൊടുക്കും. ഇങ്ങനെ ഇപ്പോൾ മിക്സായിട്ട് മട്ടൻ ഫ്രൈ റെഡിയായി. പിന്നെ കുടിക്കാൻ വെള്ളം വെക്കുന്നുണ്ട്. നമ്മൾ കുടിക്കുമ്പോൾ ഒരു പാത്രത്തിൽ എപ്പോഴും ഞാൻ വെള്ളം ഇങ്ങനെ വെക്കും, മതിയാവുന്നില്ല ഒരു ദിവസം. ഇപ്പോൾ നല്ല ചൂട് കാലമല്ലേ, അങ്ങനെ എൻ്റെ ചോറ് കറിയെല്ലാം ആയ പിന്നെ അപ്പോൾ തന്നെ അടുപ്പെല്ലാം വൃത്തിയാക്കാൻ നിൽക്കും. ഇപ്പോൾ എല്ലാം ഞാനിങ്ങനെ വൃത്തിയായിട്ട് തുടച്ചാൽ പിന്നെ രണ്ടാമത്തെ ആടെ പോണത് വേണ്ടല്ലോ, അങ്ങനെ എല്ലാം വേഗം വൃത്തിയാക്കാൻ നിൽക്കുവാണേ. ചൂടുവെള്ളം കുടിക്കുന്ന ആൾ ചൂടുവെള്ളം കുടിക്കും. പിന്നെ ഈ നല്ല വെയിലല്ലേ, തണുത്ത വെള്ളം ചോദിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ 3-4 കുപ്പിക്ക് ഫുള്ള് വെള്ളം, നല്ല വെള്ളം തന്നെ, പച്ചവെള്ളം തന്നെ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എല്ലാവരും വന്നിട്ട് പച്ചവെള്ളം തന്നെ ചോദിക്കണം, ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഉണ്ടോ എന്നിട്ട്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം എപ്പോഴും ഞാൻ വെക്കും. ഓരോ ദിവസമൊക്കെ ഒരു 2-3 കുപ്പി തീരും. കുറേ വന്ന ആളെല്ലാം ചൂടുവെള്ളം ചോദിക്കുന്നേ ഇല്ല, തണുത്ത വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന്. ദിവസമൊക്കെ ഒരു 4 കുപ്പിയായാലും നമുക്ക് വേണം. എൻ്റെ മോള് ചൂടുവെള്ളം കുടിക്കുന്നേ ഇല്ല, തണുത്ത വെള്ളം തന്നെ കുടിക്കുന്നത്. അങ്ങനെ ദിവസം ഇങ്ങനെ കുപ്പിയിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടിടും. പിന്നെ ചോറ് കറിയെല്ലാം ആയ പിന്നെ എല്ലാം വാഷ് ബേസിനെല്ലാം ക്ലീൻ ആക്കാൻ എന്നിട്ട്
ഞാൻ എല്ലാം ആക്കിയിട്ട് പിന്നെ ഏച്ചിൻ്റെ മോളുണ്ടായി ഓളിപ്പോൾ എൻ്റെ മോളും ഏച്ചിൻ്റെ മോളും പിന്നെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ എന്നിട്ട് ഞാൻ ചോറ് കൊടുക്കലുണ്ട്. ഞാൻ ചോറ് തിന്നിട്ടായി. പിന്നെ കുട്ടി ഉറങ്ങി. അപ്പോൾ തുണിയെല്ലാം അലക്കാൻ വന്ന് തുണിയെല്ലാം അലക്കിയിട്ട് ആറിടുമ്പോൾ 3 മണിയായി സമയം. അപ്പോൾ മിറ്റെല്ലാം അടിച്ച് വാരാൻ വന്നിട്ട് കുറേ മിറ്റം അടിച്ച് വാരാനുണ്ട് നമുക്ക്. ഈ മുമ്പിൽ ദിവസം ഞാൻ ഈ മുമ്പിൽ ഫ്രണ്ടിൽ മാത്രം അടിച്ച് വാറുന്നുണ്ട്. ബാക്കിലെല്ലാം ആഴ്ചക്ക് 2 ദിവസം 3 ദിവസം അടിച്ച് വാറും. ദിവസം അടിക്കാൻ സമയം ഉണ്ടാവില്ല എനിക്ക്. അങ്ങനെ ആഴ്ചക്ക് 2-3 ദിവസം അടിക്കാറുണ്ട്. ഇന്ന് മൊത്തം എല്ലാം അടിക്കാൻ വന്നിട്ട് 3 മണിക്ക് തന്നെ നിന്ന് ഞാൻ നമ്മളുടെ മുറ്റം അടിക്കാൻ ഒരു മണിക്കൂർ വേണം. അത്ര വലിയ മുറ്റം ചുറ്റോട്ട് അടിക്കുമ്പോൾ അത്ര സമയം പിടിക്കും. സ്ഥലത്ത് ഞാൻ ദിവസമൊന്നും അടിച്ച് വാറുന്നില്ല. ഇത് ആഴ്ചക്ക് 2 ദിവസം 3 ദിവസം അടിച്ച് വാറും. ഇവിടെ അങ്ങനെ ഒരു
ഷീറ്റുണ്ട് ഇതിൻ്റെ മുകളിൽ. അങ്ങനെ ചപ്പുകൾ കുറേ ചപ്പുകൾ മറ അടുത്തടുത്ത് തന്നെ മറയുണ്ടല്ലേ, അതിന് ഈ അലക്കുന്ന സൈഡെല്ലാം ഞാൻ ദിവസം അടിച്ച് വാരാനൊന്നും പോവില്ല. ഇങ്ങനെ ആഴ്ചക്ക് 2 ദിവസം 3 ദിവസം അങ്ങനെ ഞാൻ അടിച്ച് വാരലുണ്ട്. ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഫുൾ അടിച്ച് വാരൽ ഞാൻ കുറേ നടുവേദന ഉണ്ടാവും. എല്ലാം അടിച്ച് വാരിയിട്ടായി. പിന്നെ ചെടിക്ക് വെള്ളം കോരാന്നിട്ട് ഞാൻ 2 നേരം വെള്ളം നനച്ച് കൊടുക്കലുണ്ട്. ഇപ്പോൾ നല്ല വെയിലല്ലേ എന്നിട്ട് ഞാൻ 2 നേരം ചെടിക്ക് വെള്ളം നനച്ച് കൊടുക്കലുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്സ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അവിടെ ടാറ്റാ ബൈ ബൈ.